ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം. ബേക്കിംഗ് പൗഡറാ, സോഡയല്ല. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഈ ബേക്കിംഗ് പൗഡറും പിന്നെ ഈ മൈദയും മിൽക്ക് പൗഡറും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി. ഇനി ഈ നെയ്യ് എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കത്തില്ലേ, അതുപോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുതിർത്ത റവയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ വറക്കാത്ത റവ 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതേത്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഈ റവയും കൂടെ ചേർത്ത് പുട്ടിന് നനയ്ക്കുന്ന പോലെ തിരിച്ചും നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. പാൽ ഒരുപാട് അങ്ങ് ഒഴിക്കരുത്. ടേബിൾ സ്പൂൺ കണക്ക് ശകലമേ ഒഴിക്കാവൂ. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക, ചെറിയ ചൂടുള്ള പാൽ. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ച് നോക്കണം. കുഴച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് ഒഴിക്കരുത്. കാരണം ആ റവയ്ക്കകത്ത് നമ്മൾ വെള്ളം ചേർത്താണല്ലോ കുഴച്ചത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒരു സ്റ്റിക്കി പരുവത്തിൽ വേണം ഇരിക്കാൻ. റവയൊക്കെ ചേർത്തതുകൊണ്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് വലിച്ചെടുത്തോളും വെള്ളം. ഇതുപോലെ വേണം കുഴച്ച് കഴിയുമ്പോൾ മാവിരിക്കാനും, ഈ ഒരു സ്റ്റിക്കി പരുവത്തിൽ. ഇതിപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഇട്ടങ്ങ് കുഴക്കണ്ട. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വെക്കണം. അതിൽ കൂടുതൽ വെക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ ശകലം ചേർത്ത് കൊടുത്ത് പിന്നീട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചേര്. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ കുഴച്ച് വെച്ച മാവ് കണ്ടില്ലേ, സ്റ്റിക്കി പരുവത്തിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ. അപ്പം ഞാൻ ഇതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇത്രയും മതി. ഇത് കറക്റ്റ് പരുവമാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് കുഴയ്ക്കണ്ട. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിലോട്ട് ശകലം ഒരു നെയ്മയും ഒന്ന് തൂക്കണം, ഒരുപാട് വേണ്ട. എന്നിട്ട് ഇതിൽ നിന്ന് ശകലം മാവ് എടുത്തിട്ട് എത്ര സൈസാണ് നമുക്ക് ഗുലാബ് ജാമുൻ വേണ്ടത് ആ ഒരു സൈസിൽ എടുക്കണം. ഒരുപാട് അങ്ങ് വലുതെടുക്കണ്ട, ചെറിയ സൈസ് എടുത്താൽ മതി. ചെറുതായിട്ടുണ്ട് ഇതുപോലെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് അമക്കി ഉരുട്ടണം, നല്ല പ്രസ് ചെയ്ത്. കാരണം ഇതിൽ ക്രാക്ക് ഒന്നും വീഴരുത്. അപ്പോൾ ഇതുപോലെ ആദ്യം പ്രസ് ചെയ്ത് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ബോളാക്കി എടുക്കണം. നല്ല സ്മൂത്തായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. ഒട്ടും ക്രാക്ക് ഒന്നും കാണരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാവ് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ഡ്രോപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം, ഒരുപാട് കട്ടിയാവരുത്. കണ്ടോ, ഇതേപോലെ എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 17 ബോൾ ഇതേപോലെ എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിന് വേണ്ടി വെളിച്ചെണ്ണ എടുക്കണ്ട. ഇതിപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. നെയ്യാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ എണ്ണ ഒഴിക്കുമ്പോൾ ഇത് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വേണം ഒഴിക്കാൻ. പിന്നെ ഈ പാൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള പാൻ എടുക്കണം. നമ്മൾ കുഴിഞ്ഞ ഒരു ചീനിച്ചട്ടി എടുക്കുവാണെങ്കിൽ ഈ ഗുലാബ് ജാമുന് ഒന്ന് ഇടുമ്പോൾ ഒരെണ്ണം മറ്റേതിലോട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനെ ആകുമ്പോൾ ശരിയാവത്തില്ല. അപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള പാൻ വേണം എടുക്കാൻ. അതുപോലെ ഈ എണ്ണ നമ്മൾ ഒരുപാട് അങ്ങ് ചൂടാക്കരുത്, ഒരു മീഡിയം ഹീറ്റ് ആകാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടായി കഴിഞ്ഞ് ഇട്ട് കൊടുത്താൽ ഈ ബോളിൻ്റെ ഷേപ്പ് എല്ലാം അങ്ങ് മാറിപ്പോവും. അതപ്പോൾ ശരിയാവത്തില്ല. അപ്പം കുറച്ചൊന്ന് ചൂടാകവേ ആകാം. അത് പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അതുപോലെ നമ്മൾ ഈ ഉരുട്ടി വെച്ചേക്കുന്ന ഓരോ ബോളും നമ്മൾ ആ വെച്ച് കൊടുത്തതിൻ്റെ ആ ഭാഗത്തില്ല, അതങ്ങ് ഫ്ലാറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, ഷേപ്പ് ഒന്ന് മാറും. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കൈ വെച്ച് ബോളാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ കണ്ടോ, കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്, കുറച്ച് ബബിൾസ് വന്നിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ, ഒരു മീഡിയം ഹീറ്റ്. ഇനി നമുക്ക് ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ആ വെച്ച ഭാഗം ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുണ്ട്, ആ പാത്രത്തിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതാകും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം.
പിന്നെ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോ ഫ്ലെയിമിലാക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറം പെട്ടെന്ന് അങ്ങ് കരിയും, ഉള്ളു വേവത്തുമില്ല. അതുപോലെ ഇത് ഉടനെ ഇളക്കുകയും ചെയ്യരുത്. ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ശകലം കഴിയുമ്പോൾ താനെ ഇതൊന്ന് പൊങ്ങി വരും, എണ്ണയുടെ മേളിൽ തന്നെ വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ നിറം ഒന്ന് മാറാൻ തുടങ്ങും. കണ്ടോ, ഒരു ലൈറ്റ് യെല്ലോ കളർ ആകുമ്പോൾ ഇതുപോലെ തവി ഇട്ടിട്ട് ആ എണ്ണയിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണം. അപ്പോൾ ആ എണ്ണയുടെ ഇതുകൊണ്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് ഇങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ആയിക്കോളും. അപ്പോൾ ഈ രണ്ട് സൈഡ് നമ്മൾ ഫ്രൈ ആകാൻ വേണ്ടി ആ എണ്ണ ഇങ്ങനെ അനക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമാക്കണ്ട, ഒരു പാകത്തിനുള്ളൊരു ബ്രൗൺ നിറമേ ആക്കാവൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കി ഇരിക്കുന്നതോടെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണല്ലോ ഇട്ടത്, അപ്പം ചൂട് തീരെ കുറവായിരിക്കും. അപ്പോൾ ആ ചൂടൊന്ന് ക്രമീകരിക്കണം. ആ മീഡിയം ഹീറ്റ് ആകുമ്പോഴേ ഇത് ഇട്ട് കൊടുക്കാവൂ. മീഡിയം ഹീറ്റിൽ നിന്ന് ആകാം, ഒരുപാടങ്ങ് ഹീറ്റ് ആവരുത്. എന്നിട്ട് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ലോ ഫ്ലെയിമിലാക്കണം. അതേപോലെ ഇതിൽ ചേർത്തിരിക്കുന്ന പാലിൻ്റെ വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റായിരിക്കണം, എങ്കിലേ ഈ ഗുലാബ് ജാമുന് കറക്റ്റായിട്ട് വരത്തുള്ളൂ. തിരിച്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെയെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, കണ്ടോ, എല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ, അതുവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ ഗുലാബ് ജാമുന് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയില്ലേ, അത് കുറച്ചൊന്ന് ആറിയിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനും. കോരി അങ്ങനെ ആ ചൂടോടെ ഷുഗർ സിറപ്പിലോട്ട് ഒരിക്കലും വിടരുത്. അങ്ങനെയാണെങ്കിൽ ഗുലാബ് ജാമുൻ്റെ ഷേപ്പ് മാറും, അതുപോലെ അത് സോഫ്റ്റ് ആവത്തുമില്ല. അപ്പം നമ്മൾ കോരിയെടുത്ത് കുറച്ചൊന്ന് ആറണം, ഒരുപാടല്ല, ഒരു പകുതി ഒന്ന് തണുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ആ ഏലക്കയും കൂടെ ഒന്ന് കിടന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ 1 ടീസ്പൂൺ റോസ് വാട്ടർ അതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ലതായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ ആ ഗുലാബ് ജാമുനെല്ലാം ഇട്ട് കൊടുക്കണം. ഇതിനിപ്പോൾ പകുതി ചൂടേ ഉള്ളൂ ഈ ഗുലാബ് ജാമുന്. നമ്മൾ കോരി എടുത്ത ഉടനെ ഇങ്ങനെ ഇടരുത്, കുറച്ചൊന്ന് ആറിയിട്ട് ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. 4 മണിക്കൂർ കൂടുതൽ വെച്ചിട്ട് കഴിച്ചാൽ അത്രയും നല്ലത്. ഒരു 8-10 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഈ ഗുലാബ് ജാമുൻ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. തീയുടെ കാര്യം, അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന പാല്, അതൊക്കെ കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഗുലാബ് ജാമുൻ ശരിയാവത്തില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്